ഞങ്ങൾക്കേവർക്കും പ്രിയങ്കരനായ ജെയിംസ് അച്ച, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സഹവൈദികരെ, സന്യാസിനി സന്യാസികളെ, മഞ്ഞാക്കലച്ചൻ്റെ ബന്ധുമിത്രാദികളെ, എല്ലാവർക്കും ഇന്നേ ദിവസം നമുക്കേവർക്കും പ്രിയങ്കരനായ മഞ്ഞാക്കലച്ചൻ 80ാം ജന്മദിനത്തിൽ ദൈവകൃപയുടെ അത്ഭുതകരമായ ഒരു ജീവിതത്തെ ആദരിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും ഞാൻ പങ്കുവയ്ക്കുന്നു. 1975 ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷമാണ് ഞാൻ ജെയിംസ് അച്ചനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അതായത് 51 വർഷങ്ങൾക്ക് മുമ്പ്. ജോയി മമ്പള്ളി അച്ഛൻ 1 വർഷം മുമ്പ് സെമിനാരിയിൽ വന്ന ഞങ്ങളൊക്കെ, മഞ്ഞാക്കലച്ചൻ തിരുപ്പട്ടം സ്വീകരിച്ച് 2 വർഷം കഴിഞ്ഞ സമയത്ത് മഞ്ഞാക്കലച്ചനെ ഏറ്റുമാനൂർ സെമിനാരിയിൽ വെച്ച് ആദ്യമായി ഒക്കേഷൻ പ്രൊമോട്ടർ എന്ന നിലയിലും ഒരു ഫോർമേറ്റർ എന്ന നിലയിലും അവിടെ ഞങ്ങൾക്കൊപ്പം കളിച്ച് സന്തോഷിച്ച് നടന്ന ഒരു വൈദികൻ എന്ന നിലയിലും ഞങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. യുവഹൃദയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവവിളിയുടെ വിത്തുകളെ തിരിച്ചറിഞ്ഞ് MSF സഭയിലേക്ക് അനേകരെ കൈപിടിച്ച് ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത്. അത് കഴിഞ്ഞ് സെമിനാരി കാലത്ത് എൻ്റെ ആത്മീയ ഗുരുവായിരുന്നു. ആദ്യത്തെ എൻ്റെ സന്യാസ ജീവിതം തുടങ്ങുന്ന സമയത്തെ ആത്മീയ ഗുരുവായിരുന്നു ജെയിംസ് അച്ചൻ. യുവജനങ്ങളുടെ ഹൃദയം നന്നായി വായിച്ചറിയുവാനുള്ള ഒരു പ്രത്യേക കൃപ അന്ന് തന്നെ ദൈവം മഞ്ഞാക്കലച്ചന് നൽകിയിരുന്നു. കൗമാരക്കാരുടെ ആശയക്കുഴപ്പങ്ങളും അവരിലെ ആത്മീയ സംഘർഷങ്ങളും അവരെ അലട്ടുന്ന സംശയങ്ങളും സഹാനുഭൂതിയോടെ മനസ്സിലാക്കി വിധിക്കാതെ അവരെ ഹൃദയത്തിൽ പേറി കൂടെ നടത്തുന്നതിനുള്ള ഒരു കഴിവ് അന്നും ജെയിംസ് അച്ചനുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ആഴമുള്ള വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് സന്യാസ പഠനകാലത്ത് തന്നെ കൗമാരപ്രായത്തിലുള്ള സെമിനാരിയൻസിനെ നയിക്കുന്നതിനുള്ള ഒരു കഴിവും ജെയിംസ് അച്ചനുണ്ടായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ പല തരത്തിലുള്ള കണ്ടുമുട്ടലുകളും അനുഭവങ്ങളും ഞങ്ങൾക്കെല്ലാം പങ്കിടുവാൻ സാധിച്ചിരുന്നു. ഒരു പുരോഹിതൻ്റെ ജീവിതം എങ്ങനെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് ഞങ്ങളെ എല്ലാവരെയും മഞ്ഞാക്കലച്ചൻ സ്വന്തം ജീവിത സാക്ഷ്യം കൊണ്ട് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. ദൈവവചനം എങ്ങനെ പ്രഘോഷിക്കപ്പെടണമെന്നും അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്കറിയാം. അത് വെറും വാക്കുകളല്ല, അത് ആത്മാവിനെ സ്പർശിക്കുന്ന ദൈവശക്തിയാണ് എന്ന് ഞങ്ങളെയെല്ലാം മഞ്ഞാക്കലച്ചൻ പഠിപ്പിച്ചിരുന്നു. മറ്റുള്ളവർക്ക് പ്രത്യാശയും നവജീവിതത്തിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കലുമാണ് പ്രഘോഷണത്തിൻ്റെ ആദ്യത്തെ കടമയെന്ന് എല്ലാവരെയും മഞ്ഞാക്കലച്ചൻ തൻ്റെ പ്രഘോഷണങ്ങളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. മറ്റൊരു അനുഭവം എൻ്റെ ഓർമ്മയിൽ എപ്പോഴും പച്ചയായി നിൽക്കുന്നത്, ഓസ്ട്രിയയിലെ ഒരു ഹോസ്പിറ്റൽ കിടക്കയിലെ ശരീരഭാഗത്തിൻ്റെ കണ്ണുകൾ മാത്രം ചലിക്കുന്ന ഒരു മഞ്ഞാക്കലച്ചനെ ഞാൻ കാണുന്ന അവസരമാണ്. ദീക്ഷ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടി പഴയാറ്റിലച്ചനും ഞാനും മഞ്ഞാക്കലച്ചനെ സന്ദർശിച്ചപ്പോൾ കൺമണികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരുന്നു ഒരു ജീവിതമുണ്ട് എന്നുള്ള അന്നത്തെ ഒരു സാക്ഷ്യം. പലർക്കും അത് ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന് തോന്നിയിരുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയ ജീവിതത്തിൻ്റെ മാത്രമല്ല, ഒരു പുതിയ ദൗത്യത്തിൻ്റെ കൂടെ തുടക്കമായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ നാം പലരും, ചെറിയവരായ നാം പലരും പലപ്പോഴും ആലോചിക്കുന്ന ഒരു വസ്തുതയുണ്ട്. തനിക്ക് കഴിയാത്തത് എന്താണെന്ന്
നോക്കി ആലോചിച്ച് വിഷമിച്ച് ജീവിതം പാഴാക്കുന്നത്. തനിക്ക് കഴിയാത്തതെല്ലാം ഏവയാണെന്ന്. പക്ഷേ മഞ്ഞാക്കലച്ചൻ ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, തനിക്കിപ്പോഴും ചെയ്യുവാൻ കഴിയുന്നത് എന്താണ് എന്ന്. അതാണ് മഞ്ഞാക്കലച്ചനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏത് ദുർഘട നിമിഷങ്ങളെയും വെല്ലുവിളിയോടെ നേരിടുവാൻ കഴിഞ്ഞിരുന്ന ഒരു ഉൾശക്തി. അച്ഛൻ വേദനയെ ഒരു വിളിയായി മാറ്റി. വീൽ ചെയറിനെ ഒരു പരിമിതിയായിട്ടല്ല, ഒരു വേദിയാക്കി കാണുവാൻ അച്ഛന് കഴിഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ വായിച്ച ഒരു പുസ്തകം, ഒരു കച്ചത്തുവർത്തുകൊണ്ട് ലോകത്തെ കീഴടക്കിവനെന്ന് ഈശോയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു കച്ചത്തോർത്തുകൊണ്ട് ലോകത്തെ കീഴടക്കി ഭരിച്ചവനെന്ന്. നമ്മൾ മഞ്ഞാക്കലച്ചനെ പറ്റി ഇന്ന് ഓർക്കുകയാണെങ്കിൽ ഒരു വീൽ ചെയർ കൊണ്ട് ലോകത്തെ കീഴടക്കി ലോകത്തെ വചനപ്രഘോഷണത്തിൻ്റെ വേദിയാക്കി മാറ്റുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛൻ യാത്ര ചെയ്തു, ഇപ്പോഴും യാത്ര തുടരുകയാണ്. രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് ആയിരങ്ങൾക്ക് മുന്നിൽ ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് പലപ്പോഴും ജനങ്ങൾ ആദ്യം കാണുന്നത് മഞ്ഞാക്കലച്ചൻ്റെ ഈ വീൽ ചെയർ ആയിരിക്കാം. അത് കഴിഞ്ഞ് അവർ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, അടക്കാനാവാത്ത വിശ്വാസം, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സാക്ഷ്യം. അച്ഛൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ സത്യം ഇന്നും അതാണ്. വിധി നമ്മെ തളർത്തുവാൻ ശ്രമിക്കും, അതിനൊരിക്കലും അടിമപ്പെടരുത്. ദൈവകൃപ നമ്മളെ എപ്പോഴും കൈപിടിച്ച് നടത്തും എന്ന്. മഞ്ഞാക്കലച്ച ഞങ്ങൾ ഓരോരുത്തർക്കും, ഈ MSF സന്യാസ സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും അച്ഛൻ ഒരഭിമാനമാണ്. ലോകസഭയ്ക്ക് അച്ഛൻ ഒരു അനുഗ്രഹമാണ്. ഒരു യഥാർത്ഥ മിഷണറി എങ്ങനെയായിരിക്കണമെന്ന്, സാക്ഷ്യം വഹിക്കണമെന്ന് ജീവിത മാതൃക കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്, ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. ഞങ്ങൾക്കെല്ലാവർക്കും ഇന്നേ ദിവസം അങ്ങയോട് പറയാനുള്ളത് ഒരു വാക്ക് മാത്രം, നന്ദി, നന്ദി അച്ഛ. ദൈവവിളിയോട് വിശ്വസ്തനായതിന്, ആയിരങ്ങൾക്ക് ജീവിത മാർഗം കാണിച്ചു കൊടുത്തതിന്, വേദനകളിൽ തിരിച്ചടികളിലും സുവിശേഷം ഉയർത്തിപ്പിടിച്ചതിന്, തൻ്റെ ബലഹീനതകളെ ഒരു വെല്ലുവിളിയായി കണ്ട് അത് വചനപ്രഘോഷണത്തിന് ഒരു ഉപകരണമായിട്ട് മാറ്റിയതിന് അച്ഛ ഞങ്ങളേവരും ഇന്നേ ദിവസം ഈ 80ാം തിരുനാൾ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് അങ്ങേക്ക് നന്ദിയുടെ വാക്കുകൾ മാത്രം. ഇന്ന് ഞങ്ങൾ അച്ഛന് ജന്മദിനാശംസകൾ നേരുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യവും സമാധാനവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് ഏകകണ്ഠേന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, അച്ഛൻ്റെ വചനങ്ങൾ ശ്രവിച്ച എല്ലാവരും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മംഗളങ്ങൾ നേരുന്നു. ഇനിയും അനേകർക്ക് അച്ഛൻ ജീവിതപ്രകാശമായി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംബോധന ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. സ്നേഹം നിറഞ്ഞ മഞ്ഞാക്കൽ അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ തോമസ് അച്ഛൻ, സുപ്പീരിയർ അച്ഛൻ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മഞ്ഞാക്കൽ അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, എനിക്ക് കിട്ടിയിരിക്കുന്നത് 3 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ആ 3 മിനിറ്റിൽ തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ട് മഞ്ഞാക്കൽ അച്ഛനെ കാണുന്നത് 1991 ഞാൻ മൈനസ് സെമിനാരിയിൽ വിനയഭവൻ താമരശ്ശേരിയിൽ പഠിക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആയിരിക്കുന്ന കാലത്താണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ, സെമിനാരി ജീവിതത്തിലെ ആദ്യത്തെ റിട്രീറ്റ് പ്രീച്ച് ചെയ്തത് മഞ്ഞാക്കൽ അച്ഛനായിരുന്നു. അപ്പോൾ മഞ്ഞാക്കൽ അച്ഛൻ വന്നു. ഞങ്ങളിങ്ങനെ കുറേ പേര്, 10-60 പേരുണ്ട്, ധ്യാനമൊക്കെ നടക്കുന്നു. അപ്പോൾ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മഞ്ഞാക്കൽ അച്ഛൻ ഒത്തിരി പേരുടെ പേര് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ വളരെ വിവിഡായിട്ട് കിടക്കുവാണ്. എനിക്കറിയാം ആരുടെ പേരൊക്കെ വിളിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ടേണും വെയിറ്റ് ചെയ്യുമായിരുന്നു, എപ്പോഴാണ് ജോർജിൻ്റെ ടേൺ വരുന്നത് എന്നുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പേര് ഹി നെവർ കോൾഡ് മൈ നെയിം.
എൻ്റെ പേരൊരിക്കലും വിളിച്ചില്ല. പക്ഷേ അന്നത്തെ ആ റിട്രീറ്റ് എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ് ദാറ്റ് പ്രോബബ്ലി ഐ കാൻറ്റ് ഫൊർഗെറ്റ് ഇൻ മൈ ലൈഫ്. ആൻഡ് ടുഡേ സ്റ്റാൻഡിങ് വിത്ത് ഹിം ഹിയർ ഡ്യൂറിങ് ദിസ് ഹോളി മാസ്, I really felt the same experience that I experienced maybe around 35 years back. Manyakalacha, thank you so much. I think if I am a priest today, that one retreat and the first retreat I listened from you as a Francalian 35 years back, probably that really changed my life, and today I can feel the same with you. And on behalf of Guwahati province and on behalf of our congregation, really want to thank you and bless you, and we really want to wish you a very, very long life. It's 80 years, but I know you can still go on and on, and I wish that God will bless you to live more than 100 years. And മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു വലിയ കാര്യം നമുക്കെല്ലാവർക്കും പഠിക്കുവാൻ പറ്റും. അതായത് ദൈവത്തിൽ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് വാട്ടുമേ എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് പറഞ്ഞ കഥകളും ആ സ്റ്റോറികളും ഒക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നല്ലത് സംഭവിച്ചാൽ അതെപ്പോഴും ദൈവത്തിന് വേണ്ടിയും, ജീവിതത്തിൽ ദുഃഖം നിറഞ്ഞ് എന്ത് സംഭവിച്ചാലും അതെപ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിസ് സാലസിൻ്റെ മക്കളായി ഞങ്ങൾക്കെല്ലാവർക്കും that tremendous faith that you hold in your life is a path on our life, and I am sure we will definitely try our best to be true soldiers, true sons of Francis Salas in our life. So once again wishing you very happy birthday and many happy returns of the day. God bless you. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ എല്ലാം മനസ്സിലും ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞക്കനച്ഛനല്ല എൻ്റെ മനസ്സിലുള്ളത്. ഞങ്ങൾ ചെറുപ്പത്തിൽ അടിപൊളി ജീവിതം നയിക്കുന്ന അവസരത്തിൽ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ച ഒരു കാലയളവാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അന്ന് അദ്ദേഹം എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ചോദ്യചിഹ്നം എന്ന് പറയുമ്പോൾ സാധാരണ സെമിനാരി വിദ്യാർത്ഥികൾ പോകുന്ന വഴിയെ അദ്ദേഹം നടക്കത്തില്ല. യു വിൽ ടേക്ക് എ ഡിഫറെൻറ്റ്, അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആളായിരുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നു എന്ന് അധ്യാപകന് തിരിച്ച് ചോദിക്കേണ്ടി വരും. ഒരു ധൈര്യവാനാണ്. ഞങ്ങൾക്കെല്ലാം ഒരു ബോഡി നേതാവായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു റിലീജിയസാണ്, ഞങ്ങളൊക്കെ ഡൈസൻ പ്രീസ്റ്റാണ്. അപ്പം റിലീജിയസിനെ സംബന്ധിച്ചിടത്തോളം സെമിനാരി ഡൈസൻ സെമിനാരി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ധൈര്യവും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചില അവസരത്തിൽ വാദിക്കാൻ വേണ്ടിയൊക്കെ വരുന്നിടത്തേക്ക് ഞങ്ങൾ തള്ളി വിട്ടുകൊടുക്കും. മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് പറയും, സംസാരിക്കും. ഹൃദയത്തിൽ ശുദ്ധതയാണ്, അത് എല്ലാവർക്കും അറിയാം. നാക്ക് അന്ന് സ്വല്പം നീളം കൂടുതലായിരുന്നു, ഇപ്പോൾ അത് വചനത്തിലോട്ട് വന്നപ്പം കർത്താവ് ചുരുക്കി നോർമലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല, നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കായിരുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ, അസൂയ ഒട്ടുമില്ല. ഇല്ലില്ല, കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു, വാരി കോരി അങ്ങ് തന്നു. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരു അത്ഭുത സാക്ഷിയായി മാറുമെന്ന് വൈദ്യ വിദ്യാർത്ഥിയായിരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞിട്ടായിരുന്നു. കർത്താവ് തന്ന് അനുഗ്രഹിച്ച് എന്താ പറയേണ്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധമായ കൃപാവരങ്ങൾ വരുന്ന ആളുകളിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷത്തിൽ പങ്കുചേരും. താങ്ക് യു സോ മച്ച്. സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛ, മറ്റ് മാന്യ സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരരെ, മോൺസിഞ്ഞറച്ചൻ, അദ്ദേഹം ജോർജ് പോളച്ചൻ മോൺസിഞ്ഞറച്ചനാണ്. തിരുവനന്തപുരം രൂപതയുടെ വികാരി ജനറലുമൊക്കെ ആയിരുന്ന അച്ഛനാണ്. ആ അച്ഛൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിച്ചുകൊണ്ട് മഞ്ഞക്കലച്ചന്, ജെയിംസ് അച്ഛന് ഞങ്ങളുടെ എല്ലാം നേതാവായിട്ട് 1969 മുതലുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത്. 4 വർഷത്തെ തിയോളജി പഠനത്തിൽ പഠനകാലത്തായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാം നേതാവായി ഞങ്ങളെ നയിച്ചുകൊണ്ട് ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് മഞ്ഞക്കലച്ചനെ ഞാൻ ഓർക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ട് ജീവിച്ചിരുന്ന ആ ജെയിംസ് അച്ഛൻ പുതിയൊരു തുറയിലേക്ക് അദ്ദേഹം വൈദികനായി താമസിക്കാതെ തന്നെ
തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ടും സ്വീകരിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ എല്ലാം നമുക്കറിയാം. അദ്ദേഹം എങ്ങനെ അനേകായിരങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ യൂറോപ്പിലെ ജനതയ്ക്ക് മാർഗദർശിയായി ഇരുന്നു കൊണ്ട് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഓർക്കുന്ന ഒന്നാണ്. അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ചും മഹമ്മദീയരുടെ ഇടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അദ്ദേഹം ഇറങ്ങിച്ചെന്ന ആ കാര്യങ്ങളുമെല്ലാം നമുക്കറിയാം. ഇങ്ങനെ ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു സ്നേഹിതൻ ഇപ്രകാരമുള്ള ദൈവാനുഗ്രഹത്തിന് പാത്രമായി എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, അതോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. തുടർന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ വീൽ ചെയറിലാണ് സഞ്ചാരമെങ്കിലും അദ്ദേഹം തുടർന്നും തൻ്റെ ജീവിതം ദീർഘനാൾ 80 വർഷം ദൈവം നൽകിയ വർഷത്തിൻ്റെ പരിസമാപ്തിയാണ്, ഏറിയാൽ 80 എന്നുള്ളതാണ് ബൈബിള് പറയുന്നത്. പക്ഷേ അതിലും കൂടുതലായിട്ട് ദൈവത്തിന് പദ്ധതികളുണ്ട്, 80-ലും കൂടുതലായിട്ട് ദൈവത്തിന് പദ്ധതികളുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ അദ്ദേഹം തൻ്റെ വർഷങ്ങളെ സ്വീകരിച്ച് തുടർന്നുള്ള ആ ജീവിതവും ഏറ്റവും അനുഗ്രഹപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന പലരും മരിച്ചുപോയി, അവരുടെ എല്ലാം ആത്മശാന്തിക്കായിട്ട് ഓർത്തുകൊണ്ടും ഞങ്ങളെല്ലാം എപ്രകാരം നല്ലൊരു സുഹൃത്ത് വലയത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം സ്മരിച്ചുകൊണ്ടും അനേക വർഷത്തേക്ക് ജെയിംസ് അച്ഛന് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ടും ഈശ്വരൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, ഇന്ന് നമ്മളെല്ലാവരെയും ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ പ്രിയങ്കരനായ ജെയിംസ് അച്ഛൻ്റെ 80-ാം ജന്മദിനം. ഈ 80 വർഷം ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ അച്ഛനെ കാത്തു പരിപാലിച്ചതിൽ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതിനും അച്ഛൻ്റെ സഹോദരി എന്ന നിലയിൽ 2 വാക്ക് പറയാൻ അവസരം നൽകിയതിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ കാരിസ്ഭവൻ വൈദികരോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛനുമായിട്ടുള്ള എൻ്റെ സ്നേഹാനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുവാൻ സമയം പരിമിതമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലത്ത് അപ്പൻ നഷ്ടപ്പെട്ട ഞങ്ങളെ അമ്മയാണ് വാത്സല്യത്തിലും ദൈവഭയത്തിലും വളർത്തിയത്. എങ്കിലും ജെയിംസ് അച്ഛൻ കുസൃതിക്ക് ഒട്ടും പുറകോട്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന വചനം ജീവിതത്തിൽ കാണിച്ചവനാണ് അച്ഛൻ. ചെറുപ്പം മുതലേ അത് കാണാമായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ പണക്കാരുടെ പുരയിടങ്ങളിൽ കയറി തേങ്ങയും വാഴക്കൊലയും വെട്ടിയെടുത്ത് വഴിവെക്കി താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിൽ ഒരു മടിയോ ഭയമോ ഇല്ലായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം കാണിച്ച ഒരു കുസൃതി എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ടീച്ചർ ഇരിക്കുന്ന കസേരയുടെ 4 കാലിൻ്റെയും അടിയിൽ ഉണങ്ങി പൊട്ടാറായ റബ്ബർക്ക ടീച്ചർ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് വയ്ക്കും. ടീച്ചർ വരുമ്പോൾ റബ്ബർക്കായി 4 വശത്തേക്കും ശബ്ദത്തോടെ പൊട്ടിച്ചിതറും. ഭാഗ്യമെന്ന് പറയട്ടെ, ടീച്ചർ ഞങ്ങളുടെ അപ്പാപ്പനായതുകൊണ്ടും അപ്പനില്ലാത്ത കുട്ടിയോടുള്ള അനുകമ്പയും നിമിത്തം അടി കിട്ടുകയില്ല. എന്നാൽ വീട്ടിൽ അമ്മയുടെ അടിയുടെ പെരുന്നാളാണ്. വീട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ അച്ഛൻ്റെ ശക്തിയെ പ്രകാരം എൻ്റെ മേൽ തീർക്കും. പകലന്തിയോളം കുസൃതി കാണിച്ച ശേഷം ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ അച്ഛൻ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച്
കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഭക്തിപൂർവ്വം പങ്കുകൊള്ളും. ഞങ്ങൾ ഇത് കണ്ടിട്ട് സഹോദരങ്ങൾ പറയും, ജെയിംസ് ഇപ്പോൾ തന്നെ ഉടനെ സ്വർഗത്തിലേക്ക് പോകുമെന്ന്. സെമിനാരിയിൽ ചേർന്നപ്പോൾ പലരും പറഞ്ഞു സെമിനാരി പൊളിച്ച് ചാടിപ്പോരുമെന്ന്. എന്നാൽ സെമിനാരി പൊളിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സെമിനാരിയും വൈദികർക്ക് വേണ്ടി ഭവനങ്ങൾ പണിയാൻ സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൽ അച്ഛൻ അതീവ ശ്രദ്ധാലുവാണ്. ഇതിനെല്ലാം ഉപരി അച്ഛൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ആഴമേറിയതാണ്. വിദേശയാത്രയ്ക്കിടയിൽ അച്ഛൻ ബോംബെയിൽ വരുമ്പോൾ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ജ്യേഷ്ഠ സഹോദരൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടും. കുട്ടിക്കാലത്തെ കളിത്തമാശകൾ പറഞ്ഞ് ചിരി നിറഞ്ഞ ദിനങ്ങളെ ഓർക്കും. അതിനുശേഷം നീണ്ട പ്രാർത്ഥനകൾ ചെല്ലുകയും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിവാഹ വാർഷികം, ബർത്ത്ഡേ, ഫീസ്റ്റ് ദിനങ്ങൾ വളരെ കൃത്യമായി ഓർമ്മയിൽ വെച്ച് വിഷ് ചെയ്യുകയും കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എത്ര തിരക്കിലായാലും വിശേഷ ദിവസങ്ങളിൽ നാട്ടിൽ അച്ഛനുണ്ട് എങ്കിൽ ചെറുവള്ളിയിൽ രോഗിയായി കിടപ്പിലായ അനിയനെ സന്ദർശിക്കുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, ഒരമ്മ തൻ്റെ ഓമനക്കുഞ്ഞിനെ എങ്ങനെ ലാളിച്ച് വളർത്തി വലുതാക്കുന്നുവോ അതേ രീതിയിൽ കാര്യഭവൻ സ്ഥാപിച്ച് വളർത്തി വലുതാക്കുകയും ചെയ്തു. ഇന്ന് അനേകരെ ആകർഷിക്കുന്ന ഒരു പ്രാർത്ഥനാലയമായി മാറി. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖം നോക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. ചില സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെടും. എന്നാൽ അതിലും വേഗത്തിൽ എല്ലാം മറന്ന് ഇരട്ടി സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. അച്ഛൻ്റെ ആത്മീയ അനുഭവങ്ങൾ ഞങ്ങളെ വളരെയേറെ സ്വാധീനിക്കുകയും അതുവഴി സഹോദരപുത്രന്മാരായ ജിജോ അച്ഛനെയും ദൈവവിളിയിലേക്ക് നയിച്ചു. ജോർജ് കുട്ടി അച്ഛനും വിനോദ് അച്ഛനും ജീൻസ് അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായത് ദൈവാനുഗ്രഹമാണ്. ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുമ്പോഴും വീൽ ചെയറിൽ ലോകമെമ്പാട് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ആ മനസ്സ് നിരാശയ്ക്ക് കീഴടങ്ങിയില്ല. ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹവും വിശ്വാസവും അച്ഛനെ ഈ 80-ാം വയസ്സിലും കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ബോംബെയിൽ വെച്ച് ആദ്യമായി പഞ്ചശതാനുഭവം ദർശിക്കാനിടയായി. രക്തത്തിൽ പൊതിഞ്ഞ ഷർട്ട് ദിവ്യമായി ഞാൻ സൂക്ഷിക്കുന്നു. അച്ഛൻ്റെ ഈ തുടർച്ചയായുള്ള സഹനങ്ങളിൽ ആദ്യമായ ദുഃഖമുണ്ട്. എന്നാൽ അതിലുമുപരി അത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ ലഭിക്കുന്ന ഒരു ദൈവ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. അവസാനമായി എത്ര തിരക്കിനിടയിലും അച്ഛൻ എടി തങ്കമ്മേ മോളെ എന്ന് വിളിച്ച് വിവരങ്ങൾ തിരക്കി ഉമ്മ തരും. ഇന്നും ആവർത്തിക്കുന്നു. ഇനിയും ആവർത്തിക്കാൻ ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പലവിധ കാരണങ്ങളാൽ ഇവിടെ വരാൻ സാധിക്കാത്ത അച്ഛൻ്റെ സഹോദരങ്ങളും അവരുടെ കുടുംബത്തോടും വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛന് ജന്മദിനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എൻ്റെ 2 കൊച്ചുമക്കൾ ജെയിംസ് ആൻഡ് ക്ലെയർ ഇന്നേ ദിവസം അച്ഛനോടൊപ്പം ബർത്ത്ഡേ ഘോഷിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ജെയിംസ് ചാച്ച, വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. മിനി ഹാപ്പി റിട്ടേൺസ്. ഒത്തിരി സ്നേഹം നിറഞ്ഞ മഞ്ഞാക്കലച്ച, ഒത്തിരി സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ അൽമായ സഹോദരങ്ങളെ, നമ്മുടെ കോട്ടയത്തുള്ള നവജീവൻ ട്രസ്റ്റിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ്റെ വലിയൊരു പ്രചോദനമായിരുന്നു. ഒരു 40 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അച്ഛൻ മൗണ്ട് കാർമലിലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ നയിച്ചിരുന്ന കാലം മുതലുള്ള ആ വലിയൊരു ആത്മീയമായ സ്നേഹബന്ധം അവിടെ മുതൽ ആരംഭിച്ച് ഇന്നോളം നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ജീസസ് യൂത്തിലുള്ള ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഇന്ന് ലോകമെമ്പാടും അവർ അനുഗ്രഹീതരായ വചനപ്രഘോഷകരായി ജീവിക്കുന്നു. അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന പലരും ഇന്നില്ല, മരിച്ചു പോയവരുണ്ട്.
രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട്. തീയത്തേട്ട് ജോസിയേട്ടൻ 35 വർഷമായിട്ട് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു. ഹിംസി ആക്കോച്ചനെങ്കിലിനെ ഓർക്കുന്നു, കോട്ടേരി സാറിനെ ഓർക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ അൽമായ സഹോദരങ്ങളെ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ആത്മീയമായ ഒത്തിരിയേറെ ഉന്നതമായ ജീവിതം നയിക്കുവാനിടയായി. സ്നേഹം നിറഞ്ഞ അച്ഛൻ എൻ്റെ ദാരിദ്ര്യകാലത്തൊക്കെയും എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ എന്നെ സഹായിച്ച ആ കാലം ഓർക്കുന്നുണ്ട്. എൻ്റെ വീട് സ്ഥലം എല്ലാം വിറ്റ് കിട്ടിയ പൈസ എല്ലാം രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കൂലി കൊടുത്തും എല്ലാം തീർന്നു. നവജീവനം ആരംഭിക്കുന്നതിന് മുമ്പ് യാതൊരു സൗകര്യമില്ലാത്ത വീട്ടത്തിൽ നിറഞ്ഞ ദാരിദ്ര്യവും ദുരിതവും ആക്ഷേപവും അപമാനവും എല്ലാം സന്തോഷമായിട്ട് സ്വീകരിച്ച് ജീവിച്ച കാലത്ത് എന്നെ കൈപിടിച്ച് നടത്തിയ സ്നേഹം നിറഞ്ഞ എൻ്റെ മഞ്ഞാക്കലച്ഛനാണ്. അച്ഛനെ ഞാൻ എന്നും എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കാര്യസ്വന്നെ ആരംഭിച്ച കാലത്തൊക്കെ കൺവെൻഷൻ അച്ഛൻ വിളിക്കുകയും അവസരങ്ങൾ തരികയും ചെയ്ത ആ നല്ല കാലങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വലിയ ആഗ്രഹം ആപത്തിൽ സഹായിച്ചവരെക്കുറിച്ച് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സമ്പത്തിലും സ്ഥാനമാനത്തിലും ഒക്കെ ജീവിക്കുന്ന പല സുഹൃത്തുക്കളും ആപത്ത് കാലത്തിൽ കാണത്തില്ല. അച്ഛൻ എല്ലാവരുടെയും ആപത്ത് കാലത്ത് കൂടെ നിന്ന് കാണണം. ആപത്ത് കാലത്ത് കൂടെ നിന്നുകൊണ്ട് ആപത്തിലുണ്ടായിരുന്നവരെല്ലാം ഇന്ന് ആപത്ത് കാലം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ അച്ഛൻ നവജീവൻ്റെ കാരുണ്യ പ്രവർത്തനം നൽകിയ ആത്മീയമായ ആ വലിയ പ്രചോദനത്തിൻ്റെ കാലം ഓർക്കുകയാണ് ചെയ്യുന്നത്. കാര്യസ്ഥലിൽ നിന്ന് ഇവിടെ വരുമ്പോൾ കുഴിപ്പിലച്ഛനും ഒക്കെ വിളിക്കുകയും മുറിയിലിരുത്തുകയും സങ്കടം പറയുകയും പിള്ളേർക്ക് പഠിക്കാൻ ഫീസ് തരികയൊക്കെ ചെയ്ത ഒരു നല്ല കാലമുണ്ട്. ആ കാലങ്ങളൊക്കെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ആ കാലങ്ങളെക്കുറിച്ച് ഞാൻ ഇല്ലാത്ത കാലത്ത് ഇവിടെ കേട്ടിരിക്കുന്നവർ അറിയേണ്ടതും എൻ്റെ ഒരു ആഗ്രഹമാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിലൊക്കെ പറയാനായിട്ട് ആഗ്രഹിച്ചൊക്കെയും. സ്നേഹം നിറഞ്ഞ അച്ഛന് വേണ്ടി എല്ലാ ദിവസവും വെളുപ്പിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ സമർപ്പിച്ച് കുർബാനയിലൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന് കൂടുതൽ ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കിട്ടി അച്ഛൻ്റെ താടിയൊക്കെ കുറച്ചുകൂടെ നീളത്തി വരാനും അച്ഛൻ്റെ പ്രായം പോകാതിരിക്കാനും അച്ഛൻ്റെ ആരോഗ്യം പോകാതിരിക്കാനും അങ്ങനെ ദീർഘകാലം അച്ഛന് കൂടുതൽ വചന ശുശ്രൂഷയിലൂടെയൊക്കെ സഞ്ചരിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ മഞ്ഞാക്കലച്ചൻ്റെ വചനശബ്ദം ലോകമുള്ളിടത്തോളം കാലം ആ ശബ്ദം മരിക്കത്തില്ല. ആ ശബ്ദം അനേകരുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും എന്നും അത് ജ്വലിച്ചു കൊണ്ടിരിക്കും. അതൊരു ജാലമായി തീർന്നുകൊണ്ടേയിരിക്കും. ഒത്തിരി സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. മഞ്ഞാക്കലച്ച ഒത്തിരി സ്നേഹം ആദരിക്കുന്നു. രാവിലെ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. മെഡിക്കൽ കോളേജിലോട്ട് ഓടിപ്പോയി. മരിക്കാറായി കിടക്കുന്നവരെ എടുത്തിട്ട് ഓടിപ്പോയതാണ്. ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓടി വരികയും ചെയ്തു. ഒരുപാട് സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമായ നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ച, വന്യവൈദികരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായൊരു നിമിഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. എനിക്ക് ഒത്തിരിയേറെ വർഷങ്ങളായിട്ടുള്ള വലിയ ആത്മീയ ബന്ധമില്ലെങ്കിലും ഒരു 5-6 വർഷമായിട്ടുള്ള വലിയൊരു ആത്മീയ ബന്ധം, ഒരു സ്വന്തം അപ്പനെ പോലെ എന്നെയും ഷെക്കേന കുടുംബം മുഴുവനെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വത്സല പിതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞാക്കലച്ചൻ. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 6-ാം വചനത്തിൽ മനോഹരമായൊരു വാഗ്ദത്ത വചനമുണ്ട്. എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിനെ ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഈ വചനം അക്ഷരികമായി നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞാക്കലച്ചനിൽ നിറവേറപ്പെടുന്നത് നമ്മളെല്ലാവരും വളരെ ലൈവായി ഈ നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തോടുള്ള അച്ഛൻ്റെ അപ്പോസ്തലിക തീഷ്ണതയും കർത്താവിൻ്റെ സഭയോടുള്ള ആ ആഴമേറിയ കൺസേൺ, കരുതലും, അതുപോലെ നശിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രാർത്ഥനയിലുള്ള ആത്മഭാരവും, വേൾഡ് ഇവാഞ്ചലൈസേഷനോടുള്ള അച്ഛൻ്റെ കമ്മിറ്റ്മെൻറ്റും, തൻ്റെ എല്ലാ ശാരീരിക അവശതകളും അതെല്ലാം കൃപകളായി സ്വീകരിച്ച് ലോകത്തിന് അനേകം ദിക്കുകളിൽ സുവിശേഷത്തിൻ്റെ കൊടുങ്കാറ്റായി അനേകരെ യേശുക്രിസ്തുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ്
വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ശ്രേഷ്ഠ അഭിഷിക്തനാണ് നമ്മുടെ മഞ്ഞാക്കലച്ചൻ എന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അച്ഛൻ്റെ 80-ാം ഈ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇനിയും അനേകം ആത്മാക്കളെ കർത്താവിനായി നേടിക്കൊണ്ട് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് ഇനിയും കർത്താവിനോട് ചേർന്നുള്ള തൻ്റെ ഈ ജീവിതം കൂടുതൽ അനുഗ്രഹമായി, കൃപയായി, അഭിഷേകമായി മാറട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ ആശംസിക്കുകയാണ്. സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛ, വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹത്തിന് സാക്ഷ്യം നൽകാനാണ്. അതെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഷകളിൽ ആത്മീയ വചനങ്ങൾ ഉദ്ഘോഷിക്കുകയും വചനം പ്രഘോഷിക്കുകയും ആത്മീയ ജീവിതം പലർക്കും പകർന്നു നൽകുകയും ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ ഇന്ന് 80-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ പുണ്യ നിമിഷത്തിൽ ദൈവത്തിൻ്റെ അതുല്യമായ അനുഗ്രഹം അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛാ, ഈ നിമിഷം ഞാനിവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ്. ഈ 80-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവിധ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകളും ആദരവുകളും അച്ഛന് സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ 4 സവിശേഷതകളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരന്തരമായ പ്രാർത്ഥന, ദൈവത്തിൽ ഉറച്ച വിശ്വാസം, ഹൃദയത്തിലുള്ള മനുഷ്യ സ്നേഹം, സേവനത്തിൽ എളിമ. അതെ, അച്ഛൻ നൽകുന്ന ഓരോ വചനവും ഓരോ അനുഗ്രഹവും ഇന്ന് അനേകം ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 80 വയസ്സ് എന്നുള്ളത് വെറും ഒരു സംഖ്യ മാത്രമല്ല, അതെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നീണ്ട കാലയളവാണ്. അച്ഛൻ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ വചനം പ്രഘോഷിക്കുകയും നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുകയും രോഗികളായിരുന്നവർക്ക് ആശ്വാസം നൽകുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അനേകം ആത്മാക്കൾക്ക് ആത്മീയ ആഹാരം നൽകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 92-ാം സങ്കീർത്തനം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നീതിമാൻ പനംമരം പോലെ പൂക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളയും, ദേവാലയത്തിൽ നട്ടവരായിരിക്കും, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. അതെ, അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഈ 80-ാം വയസ്സിലും, അതായത് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന ഒരു ആത്മീയ നേതാവാണ് ഞങ്ങളുടെ അച്ഛൻ. പിന്നീട് അച്ഛൻ്റെ ഈ ഒരു വചനപ്രഘോഷം കൊണ്ട് അനേകായിരങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവർക്ക് ആത്മീയ ആഹാരം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് 2 തിമോത്തി 3:7 അതിൽ പറയുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഇടയനെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തിലും വിവേകത്തിലും നയിക്കും. അതെ, ജ്ഞാനത്തിലും വിവേകത്തിലും ഇപ്പോഴും അനേകം ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ലവണ്ണം പോരാടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വസ്തത ഞാൻ കാത്തു സൂക്ഷിച്ചു. അതെ, ഇപ്പോഴും ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വിശ്വസ്തത നിറവേറ്റുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമ. പ്രിയപ്പെട്ട അച്ഛാ, അങ്ങയുടെ ജീവിതം ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. അങ്ങയുടെ വിശ്വാസം ഞങ്ങൾക്കൊരു ശക്തിയാണ്. അങ്ങയുടെ ജീവിതം, സേവനം ഞങ്ങൾക്ക് ദൈവത്തിങ്കിലേക്കുള്ള ഒരു പാതയാണ്. ഈ അവസരത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് അവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. അതെ, ഇരുളടഞ്ഞ ആൾക്കാർക്ക് നല്ല ദിശ കാട്ടിയും
നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകിയും പ്രകാശത്തിൻ്റെ മാർഗം ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്ന അച്ഛൻ. അച്ഛൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും ആത്മീയ ജീവിതത്തിലുള്ള അനുഗ്രഹവും ദൈവാനുഗ്രഹവും നിറഞ്ഞ് ഇനിയും വളരെ ദീർഘായുസ്സും ഇനിയും വളരെ നാൾ ഈശോയുടെ വചനം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ആയുസ്സും തരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ പരിപാടി അച്ഛന് വേണ്ടി അറേഞ്ച് ചെയ്തു തന്ന കാരിസ് ഭവൻ മെമ്പേഴ്സിനും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം അച്ഛൻ്റെ മേലും ഇവിടെയുള്ള എല്ലാ വൈദികരുടെ മേലും സിസ്റ്റേഴ്സിൻ്റെ മേലും പൊഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി 80-ാം പിറന്നാളിൻ്റെ ജന്മദിനാശംസകൾ അച്ഛന് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയരായ സൗത്ത് വെസ്റ്റ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് കളരിപ്പറമ്പിൽ, അതുപോലെ ഗോഹാട്ടി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ്, കാരിസ് ഭവൻ സുപ്പീരിയർ കുര്യൻ കാരിക്കൽ, കാരിസ് ഭവൻ്റെ ഡയറക്ടർ ഫാദർ ബിജിൽ, ജെയിംസ് അച്ഛൻ്റെ ദീർഘകാല സുഹൃത്ത് ഫാദർ ജോസ് പറപ്പള്ളി, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, കാരിസ് ഭവൻ കുടുംബാംഗങ്ങളെ, അതുപോലെ കാരിസ് ഭവൻ്റെ സുഹൃത്തുക്കളെ, ജെയിംസ് അച്ഛൻ്റെ മഞ്ഞാക്കൽ കുടുംബാംഗങ്ങളെ, സ്നേഹസമ്പന്നനായ ജെയിംസ് അച്ഛൻ്റെ 80-ാം ജന്മദിനമായി ഇന്ന് മഞ്ഞാക്കൽ കുടുംബത്തിൻ്റെയും അതുപോലെ കിഴക്കേത്താഴ കുടുംബത്തിൻ്റെയും സ്നേഹനിർഭരമായ ആശംസകൾ ജെയിംസ് അച്ഛന് ഈ സമയം ഞാൻ നേരുകയാണ്. ജെയിംസ് അച്ഛനെ പറ്റി എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ ഈ ആശംസ നിർത്താം. നമുക്കറിയാം, സത്യവചനം പ്രഘോഷിക്കുക എന്ന ആ ഒരു ദൗത്യം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെയധികം ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു തെല്ലിട അതിൽ നിന്ന് പിന്തിരിയാതെ ദൈവവചനം പ്രഘോഷിക്കുക ദൈവം എനിക്ക് തന്ന ഒരു ദൗത്യമാണ് എന്ന് സ്വയം സ്വീകരിച്ചുകൊണ്ട്, നമുക്കറിയാം, നമ്മുടെ ഇടയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഇന്നും ജെയിംസ് അച്ഛൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയല്ല, നേരെ മറിച്ച് വിശ്വാസികളെ കൂടുതലായിട്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ജെയിംസ് അച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കാം കാരിസ് ഭവൻ എന്ന ഈ വലിയ പ്രസ്ഥാനം, ഈ വലിയ കുടുംബ കൂട്ടായ്മ, ഈ ധ്യാന കേന്ദ്രം. ജെയിംസ് അച്ഛൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഇതിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇന്നും നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം വെറുമൊരു റബ്ബർ തോട്ടമായിട്ട് ഇന്നും മുന്നോട്ട് പോയേനെ. തീർച്ചയായിട്ടും ജെയിംസ് അച്ഛൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ഇടപെടലിലൂടെയാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുകയും അനേകായിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വിശ്വാസത്തെ പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ജെയിംസ് അച്ഛ, മഞ്ഞാക്കൽ കുടുംബാംഗങ്ങളും കിഴക്കേത്താഴ കുടുംബാംഗങ്ങളും ഇതിൽ വളരെ സന്തുഷ്ടരാണ്, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഒരിക്കൽ കൂടി ജെയിംസ് അച്ഛനോടുള്ള കുടുംബാംഗങ്ങളുടെ സ്നേഹം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആശംസിക്കുന്നു. ജെയിംസ് അച്ഛ, ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനവും പ്രചോദനവുമായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജെയിംസ് അച്ഛ, സ്നേഹം നിറഞ്ഞ സഹോദര വൈദികരെ, അച്ഛൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, അച്ഛന് ഒത്തിരിയേറെ ആശംസകൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അധികമൊന്നും ഇനി ഞാൻ പറയേണ്ടത് ആവശ്യവുമില്ല. എങ്കിലും വിജയപുരം രൂപതയുടെ പേരിൽ, പ്രത്യേകിച്ച് അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവിൻ്റെ പേരിലും
രൂപതയിലെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും പേരിൽ അച്ഛന് ഈ ജന്മദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. അച്ഛനെ ഞങ്ങൾക്ക് സഭയ്ക്ക് നൽകിയ മഞ്ഞാക്കൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ജെയിംസ് അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഈ കഴിഞ്ഞ ദിവസം, എനിക്കൊന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു, നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങളാണ്. അപ്പോസ്തലന്മാരെ ബന്ധിച്ച് തുറങ്കിലടയ്ക്കുന്നു. അവരവിടെ നിന്നും മോചിതരായി വചനം പ്രഘോഷിക്കുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി. പിന്നീട് അവരെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഗമാലിയൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യരോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ മാനുഷികമായിട്ടാണ് എങ്കിൽ, മാനുഷികമായിട്ടുള്ള കഴിവുകളിൽ ആശ്രയിച്ചാണെങ്കിൽ ഇവർ പതുക്കെ അങ്ങ് തീർന്നു പൊക്കോളും. എന്നാൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്തതാണ് എങ്കിൽ, ദൈവത്തിൻ്റെ കൃപയിലാണ് ഇവരെ ജീവിക്കുന്നത് എങ്കിൽ ഇവരെ തകർക്കാൻ നമുക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പ്രഹരിച്ച് അവരെ പറഞ്ഞയക്കുകയാണ്. ഈ മേലാൽ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു പോകരുതെന്ന്. നാം പിന്നിലുള്ള വചനങ്ങളിൽ കാണുന്നത് അവർ ഒത്തിരി സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു എന്നുള്ളതാണ്. ജെയിംസ് അച്ഛനെ സംബന്ധിച്ചും അതുതന്നെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടി തൻ്റെ സഹനങ്ങളെ പോലും ഒരു സുവിശേഷമാക്കി മാറ്റിയ വ്യക്തി. ഇനി തോന്നുന്നു കാലുകളിൽ ചിറകുകളുള്ള ഒരു പ്രേക്ഷിതൻ എന്ന് വേണമെങ്കിൽ അച്ഛനെക്കുറിച്ച് പറയാൻ കഴിയും. ഈ അവസരത്തിൽ അച്ഛൻ എല്ലാവിധ നന്മകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്, പ്രാർത്ഥനകൾ നേരുന്നു. ഒപ്പം ഇപ്രകാരമുള്ള ഒരു നല്ല ഒരു നന്ദി പ്രകടനം ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും അച്ഛനോട് ചേർന്ന് നിൽക്കാനും ഒക്കെ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കാരിലച്ഛനെയും അതുപോലെ എൻ്റെ ഡയറക്ടർ അച്ഛൻ ബിജിലച്ഛനെയും പിന്നെ നമ്മുടെ ജോസച്ചനുണ്ട്, ഇവരുടെ എല്ലാവരും നേതൃത്വത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി അച്ഛൻ്റെ പ്രാർത്ഥനകളും ഈ ദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുക. ദൈവം അച്ഛനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അഭിമന്യ ജസ്റ്റിൻ പിതാവേ, പ്രൊവിൻഷ്യലായ തോമസ് കളരിപ്പറമ്പ് പിതാവേ, കളരിപ്പറമ്പിൽ അച്ഛ, ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ കരിസ്മരിയം മേഴ്സിൻ്റെ സ്ഥാപക, കരിസ്മരിയം മേഴ്സിൻ്റെ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട ജോസ് പറപ്പള്ളി അച്ഛ, കരിസ്മാൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട കാരിച്ച, വിശിഷ്ട അതിഥികളെ, പിന്നെ പ്രിയ സിസ്റ്റേഴ്സ്, ഇന്ന് പ്രിയ സഹോദരന്മാരെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛ, ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ സവിശേഷമായൊരു സന്തോഷവേദിയിലാണ്. ജെയിംസ് അച്ഛൻ്റെ 80ാം ജന്മദിനം ആഘോഷിക്കാൻ 80 വർഷം എന്നൊരു സംഖ്യ മാത്രമല്ല, വിശ്വാസവും സേവനവും ജ്ഞാനവും അനവധി ജീവിതങ്ങളെ പോഷിച്ച ഒരു മനോഹരമായ യാത്രയാണത്. അച്ഛൻ്റെ ജീവിതം സമർപ്പണത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ദൈവവിളിക്ക് നൽകിയ അച്ഛൻ്റെ വിശ്വസ്തമായ പ്രതികരണവും സഭയോടുള്ള സമർപ്പണ ബോധ്യമാണ് അച്ഛന് കരിസ്മരിയം മേഴ്സ് എന്ന സന്യാസ സമൂഹം സ്ഥാപിക്കാൻ പ്രയോജനമായത്. ഈ സഭയുടെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനാണ്. അച്ഛൻ്റെ താങ്ങും തണലുമായി നിന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിരമ്പഴി സ്ഥാപിച്ച പോപ്പ് ജോൺ പോൾ ഹോസ്റ്റലും കാട്ടാമ്പാക്കിൽ ആരംഭിച്ച മരിയഭവൻ എന്ന വൃത്തമന്ദിരവും. ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ സാന്നിധ്യമാകുന്ന അച്ഛൻ്റെ കരുണയും സ്നേഹവുമാണ് അച്ഛനെ കരുണയുടെ മിഷനറി പരിശുദ്ധ മാർപ്പാപ്പ തിരഞ്ഞെടുക്കാൻ കാരണമായത്. പല പല രോഗാവസ്ഥകളെയും അതിജീവിച്ചും രോഗക്കിടക്കയിലായിരുന്നപ്പോൾ പോലും ദൈവസന്നിധിയിൽ അജപാല ശുശ്രൂഷ നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതിനായി ദൈവം അച്ഛനെ ഒരുക്കുന്നു. വീൽചെയറിലിരുന്നും ചുചുറുക്കോടെ വചനം പ്രസംഗിക്കുന്നതും ബുക്കുകൾ എഴുതുന്നതും കാണുമ്പോൾ ദൈവം അച്ഛന് നൽകിയ
കഴിവുകൾ എത്രയോ വലുതാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായി നിന്നുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിക്കട്ടെ. അതിനായി ദൈവം അച്ഛന് ദീർഘായുസ്സും നല്ല ആരോഗ്യം നൽകി സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 53 വർഷം പിന്നിടുമ്പോൾ നിറപുഞ്ചിരിയോടെ എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ജെയിംസ് അച്ഛന് സാധിക്കുന്നു. തൻ്റെ ഗുരുതരമായ അസുഖത്താൽ മരണത്തെ മുഖാമുഖം കണ്ട ജെയിംസ് അച്ഛനെ അവിടെ നിന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന് ഇനിയും അച്ഛനോട് ഒത്തിരിയേറെ വചനവിത്തുകൾ ലോകമെമ്പാടും വിതയ്ക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരിസ്മരിയം മേഴ്സിൻ്റെ ഓരോ മക്കളും ഇന്ന് തൻ്റെ പിതാവിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം സഭാമക്കളെ നിറപുഞ്ചിരിയോടെ കരം പിടിച്ച് ഉയർത്തുവാനും ശക്തരാക്കുവാനും കരുത്തേകുവാനും ഞങ്ങളുടെ ഒപ്പം എന്നെന്നും അച്ഛൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ ജീവിതം ഇനിയും അനേകർക്ക് പ്രകാശം പരത്തട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ മഹത്തായ അവസരത്തിൽ അച്ഛന് എൻ്റെയും കാരിസ്മാൻ്റെ പേരിലും കാരിസ്മരിയം മേഴ്സിലെ ഓരോ അംഗങ്ങളുടെ പേരിലും MSF സമൂഹത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എമ്പാം പിറന്നാൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സമയം കുറവായതുകൊണ്ട് ഞാൻ നേരിട്ട് ജെയിംസ് അച്ഛനെ പറ്റി എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർ അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജെയിംസ് അച്ഛനെ ജർമ്മനിയിൽ പോയിട്ട് ജെയിംസ് അച്ഛൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്പെയിനിൽ പോയിട്ട് വെലൻഷ്യയിൽ ജെയിംസ് അച്ഛനോട് താമസിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 ദിവസം താമസിച്ചിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇന്ത്യൻ കാത്തലിക് സെയിൻറ്റ്സ് വെനറബിൾസ് ആൻഡ് സെർവൻറ്റ്സ് ഓഫ് ഗോഡ് എന്നൊരു ബുക്ക് എഴുതിയ ആളാണ്. എൻ്റെ 11ാമത്തെ ബുക്കാണത്. അപ്പോൾ ആ ബുക്കിന് വേണ്ടി ഞാനൊരു 55 വിശുദ്ധന്മാരെ പറ്റി റീസെർച്ച് ചെയ്ത് ഒരു 3 വർഷമായിട്ട് ചെയ്ത് അവരുടെ കുറേ സ്ഥലങ്ങൾ പോയിട്ട് ഞാൻ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാടും ജാർഖണ്ഡിലൊക്കെ പോയിട്ട് എല്ലാ ഇവരെ വിശുദ്ധന്മാരെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്ത് ഒരാളാണ്. അപ്പോൾ ആ റീസെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ വെലൻഷ്യയിൽ പോയിട്ട് സ്പെയിനിൽ ജെയിംസ് അച്ഛൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചപ്പം ഒരു 3 മണിയായപ്പോൾ എനിക്ക് ഒരാൾ സംസാരിക്കുന്ന പോലെ തോന്നി ഇങ്ങനെ റൂമിനകത്ത്. അപ്പോൾ ഞാൻ ഓർത്തു അച്ഛനെന്താ ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഈ രാത്രിയിൽ നിന്ന്. അപ്പം ഞാൻ ലൈറ്റ് ഇല്ല, അപ്പോൾ ഫോണിൽ കൂടെ സമയം നോക്കുമ്പോൾ 3:10 ആയിരിക്കുകയാണ്. അപ്പോൾ ജെയിംസ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ജെയിംസ് അച്ഛൻ അപ്പം ആദ്യം മനസ്സിലായില്ല ആരോടെ സംസാരിക്കുന്നത്, ഫോണിലല്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായി ജെയിംസ് അച്ഛൻ ഈശോയോട് സംസാരിക്കുകയാണ്, മാതാവിനോട് സംസാരിക്കുകയാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല സംസാരിക്കുന്നത്. അത് നമ്മൾ ചാച്ചനമ്മച്ചിയോട് സംസാരിക്കുന്ന പോലെ, നമ്മൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോട് സംസാരിക്കുന്നത്. എന്താ മാതാവേ, എന്താ അമ്മേ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഒരു കാര്യമാണ് പറയേണ്ട കാര്യം. അപ്പോൾ ഒരു സ്ഥലത്ത് ജെയിംസ് അച്ഛൻ പറയുവാണ്, ഇന്ന് എനിക്ക് വലിയ വേദന ഇല്ല. ഞാനിന്ന് 2 ദിവസം മുന്നേ ജെയിംസ് അച്ഛൻ ട്രാവൽ ചെയ്ത് വന്നായിരുന്നു. അന്ന് ഭയങ്കര വേദനയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ജെയിംസ് അച്ഛൻ പറയുകയാണ്, എനിക്ക് വലിയ വേദന ഇല്ല. എന്താ എനിക്ക് വേദന ഇല്ലാത്ത ഇന്ന്? ഈശോയെ എന്നോട് എന്തെങ്കിലും ആംഗ്രി, എനിക്ക് എന്നോട് എന്നെ പറ്റി കോപമാണോ? എന്തുകൊണ്ട് എനിക്ക് വേദന ഇല്ലാത്ത ഇന്ന് പറയാണ്. അന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് ജെയിംസ് അച്ഛൻ പറയുകയാണ്, എനിക്ക് കുറേ കൂടെ എൻഡ്യൂർ ചെയ്യാൻ പറ്റും. എനിക്ക് കുറേ വേദന കൂടി തന്നാൽ എനിക്ക് ഐ ക്യാൻ എൻഡ്യൂർ ദ പെയിൻ, ഐ ക്യാൻ ബ്ലീഡ് മോർ ഇൻ യുവർ നെയിം. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ ജെയിംസ് അച്ഛൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ ബുക്ക് എഴുതിയപ്പം അൽഫോൻസാമ പറഞ്ഞ കാര്യങ്ങളായിരിക്കുക, കുറേ വേറെ വിശുദ്ധർ പറഞ്ഞ കാര്യങ്ങൾ, അവരിങ്ങനെ സംസാരിക്കുമായിരുന്നു ഈശോയോട്. എനിക്ക് എന്തുകൊണ്ട് വേദനയില്ല എന്ന് അൽഫോൻസാമ പല പ്രാവശ്യം പറഞ്ഞു എന്നാണ് ആ റിസർച്ചിനകത്ത് കാണുന്നത്. അപ്പം എനിക്ക് ഗൂപ്സ് ബംസ് ഇൻ മൈ ഹാൻഡ്. ഞാൻ പറഞ്ഞു, എന്താ അച്ഛൻ പറയുന്നേ? ഞാൻ അച്ഛൻ്റെ കസിൻ്റെ മകനാണ്, അപ്പം എൻ്റെ അങ്കിളാണ് ജെയിംസ് അച്ഛൻ. അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുവാണ്, ഇതൊരു സാധാരണ മനുഷ്യനല്ല ഈ കിടക്കുന്ന ആൾ, ഈ സംസാരിക്കുന്ന ആൾ. ഈസ് ബിയോണ്ട്, ഈസ് എൻ ഹോളി മാൻ, ഈസ് ടോക്കിംഗ് ടു ദ ഓൾമൈറ്റി ഡയറക്ട്ലി. It's like a friend he's talking. He's not talking like a divine. He's talking like a friend. അന്ന് എനിക്ക് തോന്നി,
ഈസ് ഇൻ ടു മേക്കിംഗ് ഓഫ് സംതിങ്. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ I documented everything because one thing I realized in the process of canonization, നമ്മുടെ ഒരു 3 കോടി ക്രിസ്ത്യൻസ് ഉണ്ടായാലും കാത്തലിക് ഉണ്ടായാലും നമ്മുടെ ഹോളി സെയിൻസ് വളരെ കുറവാണ് ഇന്ത്യയിൽ. അതേസമയത്ത് യൂറോപ്പിലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കൺട്രിയിൽ there are thousands of saints because they document everything. They go through the process. നമ്മുടെ ഇവിടെ അച്ഛന്മാരും ഇവരൊക്കെ കഷ്ടപ്പെട്ടവർക്ക് ഒന്നും ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ പ്രോസസ്സിനകത്ത് നമ്മളങ്ങനെ വളരെ ബാഡാണ്. അപ്പം കുറേ പേര് ഇവിടെ ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, കുറേ മിറക്കിൾ സംഭവിച്ചു, ട്രൈ ആൻഡ് ഡോക്യുമെൻ്റ് എവറിത്തിങ്. ഇന്ന് ജെയിംസ് അച്ഛൻ്റെ ബർത്ത്ഡേ ഒരു 80ാമത്തെ ബർത്ത്ഡേ അല്ല ഇത്. നിങ്ങളെല്ലാവരും എല്ലാ ബർത്ത്ഡേയും നമ്മൾ അറ്റൻഡ് ചെയ്തവരാണ്. ഇന്നത്തെ ബർത്ത്ഡേ, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ബർത്ത്ഡേ, ദിസ് ഈസ് എൻ ഹിസ്റ്റോറിക് ഡേ ഇൻ യുവർ ലൈഫ്. യു വിൽ റിമെമ്പർ ദിസ് ഡേ, maybe 10 years, 20 years down the line, you who are witnessed this birthday here to celebrate with James' father is not an ordinary person. അപ്പോൾ എല്ലാവരും അച്ഛനെ പറ്റി വേറെ കാര്യങ്ങൾ റിലീസ് പറഞ്ഞു. അപ്പം ഈ കാര്യങ്ങൾ എനിക്കിന്നൊരു പറയാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഞാൻ അച്ഛൻ്റെ ബ്രദർ, നമ്മൾ കർണാടകത്തിൽ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളം അത്രമാത്രം പോരാ. ബട്ട് ഐ ജസ്റ്റ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ ആൻഡ് ഐ താങ്ക് ഓൾമൈറ്റി ഫോർ നമ്മുടെ കുടുംബത്തിൻ്റെ അച്ഛനെ കിട്ടിയതിനെ. എല്ലാവർക്കും ജെയിംസിനെ പറ്റി വളരെ അനുഗ്രഹമുള്ളവരാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ കോർപ്പറേറ്റിലായിരുന്നു, ഒരു 10-100 കൺട്രി പോയ ആളാണ്. ഞാൻ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരോട് അഹങ്കരിച്ച് സംസാരിക്കും അച്ഛനെ പറ്റി. എൻ്റെ അങ്കിളാണ്, ഇതാണ് അച്ഛന്, നിങ്ങൾ പോയി അച്ഛനെ പോയി കാണാൻ വേണ്ടി ഞാൻ പറയും യൂറോപ്പിലൊക്കെ. ആ സന്തോഷമാണ് എനിക്ക്. താങ്ക് യു അച്ഛോ, താങ്ക് യു സോ മച്ച്. ഈ കാര്യം ഞാൻ ജെയിംസ് അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ ചോദിച്ചു അച്ഛൻ ഉറങ്ങിയോന്ന്. നന്നായിട്ട് ഉറങ്ങിയെന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുവാണ്. താങ്ക് യു വെരി മച്ച്. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ച, വന്യ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനുമായിട്ടുള്ള എൻ്റെ ബന്ധം 1977 തുടങ്ങിയതാണ്. അത് കോട്ടയത്ത് KK റോഡിൽ വെച്ച് ഉള്ള ഒരു യാദൃച്ഛികമായ ഒരു പരിചയപ്പെടലാണ്. അന്ന് അദ്ദേഹം ബെത്തനി സിസ്റ്റേഴ്സിൻ്റെ ജനറലേറ്റിൽ ഒരു ധ്യാനം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യകാലത്തെ കരിസ്മാറ്റിക് ധ്യാനമാണ്. അന്ന് ഞാൻ അവരുടെ തന്നെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെയാണ് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ കണ്ടത്. ആ കാലഘട്ടത്തിൽ ഞാനും ഒരു നവീകരണത്തിലേക്ക് വന്നത് മാർത്തോമാ സഭയിലെ ഒരു കൺവെൻഷനിൽ പോകാനിടയായപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് ദൈവവചനത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു നടത്തിപ്പുണ്ടായത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനെ ഞാൻ ബദരി ജനറേറ്റിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ശുശ്രൂഷയിലാണ്. കോട്ടയിലും ഒരുങ്ങൂരും കേരളത്തിലുടനീളം ഓടി നടക്കുന്ന ഒരു സുവിശേഷകനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ മഞ്ഞാക്കലച്ചൻ ഒത്തിരി ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അയർക്കുന്നത്ത് ഒരു വലിയ കൺവെൻഷൻ, അനേക കൺവെൻഷൻ, കോട്ടയത്ത് കൺവെൻഷൻ 41 വർഷം പൂർത്തീകരിക്കുകയാണ്. അതുപോലെ അയർക്കുന്നത്ത് 49 കൺവെൻഷൻ പൂർത്തീകരിക്കണം. ഇങ്ങനെയുള്ള കൺവെൻഷനിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും, ബർത്ത്ഡേയുടെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഇതുകൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. കാരണം ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ ഒരു വലിയ സംഭവം ഉണ്ടായി, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. കാരണം കർത്താവിനെ കൊടുക്കുന്നതിന് ഉള്ളതായിരിക്കുന്ന ആ വലിയ തടസ്സങ്ങൾ രാജ്യത്ത് നിലനിൽക്കുകയാണ്. 145 കോടി ജനങ്ങളുടേതായിരിക്കുന്ന രക്ഷ നമ്മുടെ കയ്യിലുണ്ട്. 800 കോടി ജനങ്ങളുടെ രക്ഷ നമ്മുടെ കയ്യിലുണ്ട്. അച്ഛൻ്റെ 80ാം വയസ്സ് ഒരു പുതിയ തുടക്കമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അന്ധകാരത്തിൽ തപ്പിത്തറയുന്ന ജനകോടികളെ രക്ഷയിലേക്ക് നയിക്കാനായിട്ടുള്ളതായിരിക്കുന്ന ചുമതല ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഒരു ഉദാസീനമായൊരു സംഭവമല്ല, തീക്ഷ്ണമായ ഒരു പ്രവർത്തനം. അച്ഛൻ്റെ ഈ തീക്ഷ്ണത നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് നമ്മളും ഈ രക്ഷയുടെ സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ, 800 കോടി ജനങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുന്നു.
അച്ഛനൊരിക്കൽ കൂടി നന്ദിയും അതുപോലെ തന്നെ ആശംസകളും നേരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ച, ബഹുമാനപ്പെട്ട ഫാദേഴ്സ്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ആദ്യം അച്ഛനെ പരിചയപ്പെട്ടത് ഒരു കാരിസ്മാറ്റിക് പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ലൂർദ് പള്ളിയിലാണെന്ന് തോന്നുന്നു, പള്ളിമുറിയുടെ അടുത്ത് അച്ഛൻ നിൽക്കുന്നതായിട്ട് ഒരാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് വെച്ച് പറഞ്ഞു, ഇതാണ് മഞ്ഞാക്കലച്ചൻ, ഇദ്ദേഹം ഒരു കാരിസ്മാറ്റിക് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് അച്ഛനെ പരിചയപ്പെട്ടത് 1986 ഈ സംഭവം. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, അന്ന് കർത്താവ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ട് ഇതാ കപടതയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരനെന്ന് പറഞ്ഞത്. അതുപോലെ ഞാനും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നു, എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുന്നു. ഈ 40 വർഷം എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു തലമുറ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ആത്മീയ അരുവിയിൽ നിന്ന് പാനം ചെയ്ത ഞങ്ങൾ 3 തലമുറയാണ്. അതിന് ഭാഗ്യം കിട്ടിയ ഒരു കുടുംബമാണ് ഞാൻ, എൻ്റെ മകൻ ഡോക്ടർ മാത്യുവിൻ്റെ മകന് ഡോക്ടറാകാൻ ശ്രമിക്കുന്ന ഡോക്ടർ ജോർജ് മാത്യു ജൂനിയർ, ഞങ്ങൾ 3 തലമുറകൾ ഇപ്പോൾ ഈ 40 വർഷത്തിനിടയിൽ അച്ഛൻ്റെ അനുഗ്രഹത്തിന് ഭാഗ്യം ലഭിച്ചവരാണ്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പിന്നീട് ഒരു സംഭവം കൂടി സമയമുള്ളതുകൊണ്ട് ഞാൻ പറയാം. 1993-94 ഞാൻ കട്ടപ്പന ആശുപത്രി ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് എന്നെ പറ്റി ഒരു ന്യൂസ് വന്നത്. ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയി 7 ദിവസം എങ്ങോ താമസിപ്പിച്ച് റിലീസ് ചെയ്തത്. ആ സമയത്ത് അച്ഛൻ തിരികെ വന്നപ്പോൾ അച്ഛനെ ഞാൻ താമസിച്ചിരുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും ബ്രദേഴ്സ് ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ച് അച്ഛന് സ്വാതന്ത്ര്യം കൊടുക്കുവാനും ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനും ഒരു ഭാഗ്യം ലഭിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ആ പീഡനങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു അറിവുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുറമേ ബാഹ്യമായിട്ട് യാതൊരു സയൻസും കാണിക്കാതെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അതെല്ലാമാണ് ചെയ്തതെന്ന്. അതായത് വളരെ കാൽക്കുലേറ്റഡായിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ യാതൊരു പുറത്തുമേ ഉള്ളൊരു പാടുകളും ഇല്ലാതെ എങ്ങനെ ഉപദ്രവിക്കുവാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഉപദ്രവമായിരുന്നു എന്ന്. ഏതൊക്കെയായാലും അത് എന്താണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു സംഗതി മനസ്സിലായി, അച്ഛനെ മാനസികമായിട്ട് വളരെ തളർത്തിയ ഒരനുഭവമായിരുന്നു അത്. ആ അനുഭവത്തിൽ നിന്ന് അച്ഛൻ ഒരുപാട് നാളെടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ അന്വർത്ഥമാകുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ അച്ഛൻ ഇന്നും കേവലം കാരിസ്മാവിൻ്റെ ഒരു ഡയറക്ടർ ആയിട്ട് നിന്നേനെ. അച്ഛൻ ഒരു വലിയ ലോകപ്രശസ്തനായ സുവിശേഷകനായി പൗലോസിനെ പോലെ തന്നെ കർത്താവിന് അനുരൂപനാക്കാനായിട്ട് ഒരു സംഭവമായിരുന്നു അത് കാരണം പൗലോസിനെ പോലെ അനേക രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും അതുപോലെ തന്നെ 41 ഒഴികെയുള്ള അടി മേടിക്കുവാനും അതുപോലെ കാരാഗ്രഹത്തിൽ പല പ്രാവശ്യം അടയ്ക്കപ്പെടുവാനും ഇടയാക്കിയത് ആ സംഭവമായിരുന്നു. അത് അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു, ഒരു പൗലോസായി മാറുകയായിരുന്നു. അതുപോലെ പൗലോസിനെ പോലെ തന്നെ അച്ഛൻ്റെ ശരീരത്തിലെ മുള്ള് പല പ്രാവശ്യം പലരും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു മുള്ളായിട്ട് നിൽക്കുമായിരുന്നു. ഇനി പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ
അച്ഛനെ കണ്ടപ്പോൾ അറബികളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ അച്ഛൻ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഒരു പക്ഷേ രക്തസാക്ഷിത്വം വഹിക്കാനുമുള്ള ഇട വന്നേക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഏതൊക്കെയായാലും കർത്താവെ നടക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയല്ല. കാരണം കർത്താവ് സാത്താനെ പുറയിലേക്ക് മാറി നിൽക്കുകയെന്ന് പറയാൻ ഇടയാകാതിരിക്കാനായിട്ട്. ഏതൊക്കെയായാലും അച്ഛൻ ഇപ്പോൾ പൗലോസ് കഴിഞ്ഞ് കർത്താവിന് അനുരൂപരാകാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോകുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ബർത്ത്ഡേ മംഗളങ്ങളും ആശംസിക്കുന്നു. ഈശോത്തിനെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സത്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിലപാടോടെ, ധീരതയോടെ പ്രവാചക ദൗത്യത്തിൽ സത്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇത്ര ധൈര്യം നൽകിയൊരു അച്ഛനാണ്. പലപ്പോഴും സത്യം തുറന്നു പറയാൻ അച്ഛൻ്റെ ജീവിതം എനിക്ക് ഒത്തിരി പ്രചോദനമാണ്. അച്ഛൻ ഒത്തിരി ഈശോ അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ തുടർന്നും പ്രാർത്ഥിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. അമ്മേ. ഹലോ, എൻ്റെ പേര് ജെയിംസ് വിജെ. ഞാൻ ചെറുവള്ളിക്കാരനാണ്. ഞാൻ അച്ഛൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. എൻ്റെ പപ്പയാണ് അച്ഛനെ പഠിപ്പിച്ചതും വേദപാഠം പഠിപ്പിച്ചതും. ഒത്തിരി കടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഒരു മനസ്സിൻ്റെ ഉടമയാണ് അച്ഛൻ. അതുകൊണ്ട് ഞാൻ ഒരു 2 ലൈൻ എഴുതിയ പാട്ടൊന്ന് പാടിക്കോളാം. മനുഷ്യ മനസ്സുകളെ മഞ്ഞുപോൽ നിർമ്മലമാക്കി മാറ്റുന്ന മഹാത്ഭുതമേ മഞ്ഞക്കലച്ച, പരിലി പൂന്തോട്ടത്തിലോ പരിമളം പരത്തേണ്ട പരമശക്തൻ്റെ ശിഷ്യ പരിലസിക്കൂ. ഭാരതത്തിൻ്റെ പൊന്മുത്തേ, MSFസിൻ്റെ സ്വത്തേ, ചെറുവള്ളിയുടെ മുത്തേ, ഭാവുകങ്ങൾ. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ ഒരു കുടുംബാംഗമായ വയലിൽ കുടുംബത്തിലെ ദേവസ്യ സാറിൻ്റെ മകളാണ് ഞാൻ, റാണി. അച്ഛന് എൻ്റെ സ്നേഹാശംസകൾ. പ്രത്യേകം ജെയിംസ് അച്ഛനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഫാമിലിയുടെ ഒരു മെയിൻ മെമ്പർ മാത്രമല്ല, എൻ്റെ പേരൻസിൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ് ജെയിംസ് അച്ഛൻ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്ന് നന്ദിയുടെ ഒരു 2 വാക്ക് പറയുന്നത്. ജെയിംസ് അച്ഛൻ, ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ എനിക്ക് കുർബാനയുടെ കാസറ്റ് തരികയും അച്ഛൻ്റെ കുർബാനയായിരുന്നു നിരന്തരം ഞാൻ അവിടെ വെച്ച് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ എനിക്കൊരവസരം കിട്ടിയത്. പിന്നെ UAE വെച്ച് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രയർ നടക്കുമ്പോൾ എല്ലാ കരിസ്മാറ്റിക് ആൾക്കാരും ജെയിംസ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനത്തോടുകൂടി ജെയിംസ് അച്ഛനെ കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട്. കൂടാതെ എനിക്ക് പ്രത്യേക ഒരു നന്ദിയും കൂടെ ഉണ്ട്. എൻ്റെ വിവാഹം അച്ഛനാണ് ആശീർവദിച്ചത്. ഇന്ന് അത് 86 ഏപ്രിൽ 20-ന്. അതിനും പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഫാദറിനോടൊപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കുകൊള്ളാൻ എനിക്ക് ഒരവസരവും ലഭിച്ചു. അതിൽ എൻ്റെ ഫാദർ ഒരു സാക്ഷ്യം പറഞ്ഞതും ഞാൻ മറക്കത്തില്ല. ഏതായാലും നന്ദിയുടെ ഈ 2 വാക്ക് 80-ാം ജന്മദിനം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് സമർപ്പിക്കുന്നു. ഏറെ സ്നേഹമുള്ള മഞ്ഞാക്കലച്ചൻ, ശ്രേഷ്ഠ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ വിശുദ്ധ ബലിയിൽ വായിച്ച സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ജെറുസലേം ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്ന് ശിമയോൻ യേശുവിനെ സ്വന്തം കൈകളിലെടുത്തപ്പോൾ പറഞ്ഞ 2 വാക്യങ്ങളാണ്
എൻ്റെ കർത്താവെ, എന്നെ സമാധാനത്തിൽ നീ വിട്ടയക്കണമേ. കാരണം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളവുമാണ്. ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് യേശുവിനെ കണ്ടുമുട്ടിയൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ യേശുവിനെ മാമോദിസായിലൂടെ സ്വീകരിച്ചത് ഈജിപ്തിൽ വെച്ചാണ്. 85 ഡിസംബർ 22-ന്. 87-ൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒറ്റ ആഗ്രഹമാണ് യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. 90-ൽ ആദ്യത്തെ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി. അന്ന് കൗൺസിലിംഗ് ചെയ്ത സിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു, ദൈവരാജ്യ വേലക്കാരൻ്റെ വിളിയുണ്ട്. പക്ഷേ 90-ൽ അത് പറഞ്ഞെങ്കിലും 92-ൽ ഞാനിവിടെ ഒരു ധ്യാനം കൂടാനായിട്ട് വന്നു. പനകലച്ഛൻ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛൻ എന്നോട് ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെ ദൈവരാജ്യ വേലക്കാരനായിട്ട് മുഴുവൻ സമയവും കർത്താവ് വിളിക്കുന്നു. ആ ഒരു സന്ദേശത്തിലാണ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് മുഴുവൻ സമയവും ദൈവരാജ്യ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അച്ഛനോടൊപ്പമാണ് നല്ലൊരു വചന ശുശ്രൂഷകൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. പിന്നീട് നല്ലൊരു പക്വതയുള്ള വചനപ്രഘോഷകനായി അച്ഛൻ നയിച്ചു. പിന്നീട് 94 മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. അച്ഛൻ്റെ ഈ പ്രചോദനത്തിന് പ്രത്യേകമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത് പറയാനുള്ളത്, എൻ്റെ വിവാഹം ആശീർവദിച്ച അച്ഛനാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു കാര്യമാണ് പറഞ്ഞത്, ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചതുകൊണ്ട് 6 മക്കളെ ദൈവം തന്നു. 6 മക്കളെയും ദൈവം മനോഹരമായിട്ട് നയിക്കുന്നു. അതിനും പ്രത്യേകിച്ച് ദൈവനാമത്തിൽ അച്ഛന് നന്ദി പറയുകയാണ്. ഈ 80-ാം വർഷം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അച്ഛനൊരു സമ്മാനം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്ത് സമ്മാനമാണെന്ന് ആഗ്രഹിച്ചപ്പോൾ കഴിഞ്ഞ മാസം അച്ഛനെ കാണാൻ വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വയനാട്ടുള്ള ഒരു ധ്യാനകേന്ദ്രത്തിൽ, ബെനഡിക്റ്റൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരാഴ്ച അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ തിരിച്ചു വന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ എപ്പോഴും ഓർക്കുന്നു എന്നതുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ജീവിതത്തിൽ ആത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ഈ ഒരാഴ്ച അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നിവിടെ അച്ഛൻ്റെ മനോഹരമായ ദിനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് വന്നത്. അച്ഛന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് അക്രൈസ്തവരായി ക്രിസ്തുവിലേക്ക് വന്നവരെ ചേർത്ത് പിടിക്കാനുള്ള അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. പ്രിയ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛ, സ്നേഹമുള്ളവരെ, ആയിരത്തി 1970 മുതൽ എനിക്ക് മഞ്ഞാക്കലച്ഛനെ പരിചയമുണ്ട്. അന്ന് ഞാൻ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ അച്ഛന്മാർ പറഞ്ഞ പോലെ മഞ്ഞാക്കലച്ഛൻ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ പഠിക്കുകയായിരുന്നു. അച്ഛനെക്കുറിച്ച് ധാരാളം ആ സമയത്ത് ഞങ്ങൾ ജൂനിയേഴ്സ് കേട്ടിട്ടുണ്ട്. ഒരു ധീരശാലിയാണ്, അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സ്യൽ പേഴ്സൺ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും അന്ന് ഒരു പ്രചോദനമായിരുന്നു സ്കോളാസ്റ്റിക്സിന്. പക്ഷേ അച്ഛനുമായിട്ടുള്ള ആഴമായ ബന്ധം, ആ സ്നേഹബന്ധം ആരംഭിച്ചത് 1979 മുതലാണ്. 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പട്ടം സ്വീകരിച്ചതിന് ശേഷം ഏറ്റുമാനൂർ സെമിനാരിയിൽ വന്നു. അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ 79 മുതൽ 2026 വരെ ഏതാണ്ട് 47 വർഷക്കാലത്തെ ആഴമായ സ്നേഹബന്ധം, ഹൃദയതലത്തിലുള്ള സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഒത്തിരി പറയാനുണ്ട്, അതൊന്നും പറയുന്നില്ല. ഇപ്രകാരം പറയാറുണ്ട് ചന്ദ്രനെക്കുറിച്ച്. ചന്ദ്രന് 2 മുഖങ്ങളുണ്ട്, 2 ഫേസസ് ഓഫ് ദ മൂൺ. ഒരു മുഖം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രകാശഭരിതമായ മുഖം നമ്മളെല്ലാവരും കാണുന്നു. ആ
ലൂമിനസ് ആയിട്ടുള്ള മുഖം, നമ്മൾ തന്നെ ആ വെളിച്ചത്തിൽ വളരെ സന്തോഷവരായിട്ടിരിക്കും. മഞ്ഞാക്കലച്ചൻ്റെ ഈ മുഖത്തെക്കുറിച്ചാണ് എല്ലാവരും, കാര്യച്ചൻ പറഞ്ഞു, പ്രൊവിൻഷ്യൽ പറഞ്ഞു, 2 പ്രൊവിൻഷ്യൽമാരും എല്ലാവരും പറയുന്നത്, ഇനിയും പറയുന്നത് എന്നെനിക്കറിയാം. പക്ഷെ ചന്ദ്രന് വേറൊരു മുഖമുണ്ടെന്നാണ് പറയുന്നത്, ഒരു മറുവശം. ആ മറുവശം എങ്ങനെയാണെന്നുള്ളത് അധികം പേർ ആർക്കും അറിയത്തില്ല. തീർച്ചയായിട്ടും ചന്ദ്രനറിയാം, ദൈവത്തിനറിയാം. ഈ കാലഘട്ടത്തിൽ ചന്ദ്രനിൽ പോകുന്ന ഒരുപക്ഷെ ചില ശാസ്ത്രജ്ഞന്മാർക്കും അറിയാമായിരിക്കും. ആ മറുവശം പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനമാണ് എൻ്റെ ജീവിതത്തിൽ മഞ്ഞാക്കലച്ചൻ്റെ ആ മറുവശം അധികം പേർക്കൊന്നും അറിയുവാൻ പാടില്ലാത്തത്. എല്ലാ ദിവസവും ദീർഘസമയം എത്ര തിരക്കുണ്ടായെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ലോകത്തിന് മുഴുവൻ സമർപ്പിച്ച് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ എത്ര ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും അച്ഛൻ ദിവസം ആരംഭിക്കാറുള്ളൂ. ഇതുപോലുള്ള ഒരു ദൈവിക മുഖം അച്ഛന് മറുവശത്തുള്ളത് കൊണ്ടാണ് ഇടിവെട്ടായിട്ട് അച്ഛൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മാനുഷികമായി നോക്കിയാൽ ഒത്തിരി പറയാം. സഹോദരങ്ങളോട്, മറ്റുള്ളവരോട്, സഭയിലുള്ളവരോട്, കുടുംബത്തിലുള്ളവരോടുള്ള ആ ഹൃദ്യമായ സ്നേഹം മറ്റാർക്കുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഹൃദയം അച്ഛനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ അച്ഛന്മാരുടെ ആരുടെയെങ്കിലും മാതാപിതാക്കളോ സഹോദരങ്ങളോ മരിച്ചുവെന്ന ഇൻഫർമേഷൻ പ്രൊവിൻഷ്യൽ അറിയിച്ചാൽ ആദ്യം ആ വ്യക്തിയെ വിളിക്കുന്നതും അനുശോചനം അറിയിക്കുന്നതും മഞ്ഞാക്കലച്ചനായിരിക്കും. ഇതുപോലെ ഫീസ്റ്റ്, ബർത്ത്ഡേ അറിയാവുന്ന വൈദികർ എല്ലാവരും വിളിക്കും. ഇതുപോലുള്ള വ്യക്തിപരമായ ഒരു കരുതൽ, ഒരു സ്നേഹം അച്ഛനുണ്ട് ഈ തിരക്കുള്ള ഈ സമയത്തും. എവിടെ നിന്നെല്ലാം ആളുകൾ ഇമെയിൽ അയച്ചാലും, ചിലപ്പോൾ 100 കണക്കിന് ഇമെയിൽ ഓരോ ദിവസവും വരും. ആ ഇമെയിലിനെല്ലാം മറുപടി അയച്ചിട്ട് അച്ഛൻ ഉറങ്ങാൻ പോകാറുള്ളൂ. ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ഒരു മറുവശം, ഒരു ഹൃദ്യമായ ഒരു ജീവിത വശം അച്ഛനുണ്ട്. ആ ഹൃദ്യമായ വശമാണ് എല്ലാവരുമായിട്ട് അച്ഛനെ സ്നേഹബന്ധത്തിൽ ആക്കുന്നത്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കുടുംബാംഗങ്ങൾക്കറിയാം, സഭയിലെ കാര്യങ്ങളറിയാം, സുഹൃത്തുക്കൾക്കറിയാം. എങ്ങനെയുള്ള ആ കൂട്ടായ്മ, ആ സ്നേഹം, ഇത് ഈ ചന്ദ്രൻ്റെ മറുവശമാണ്. അച്ഛനെ അറിയാവുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം അച്ഛനുണ്ട് എന്ന് ഏറ്റുപറയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ സന്തോഷ ദിവസത്തിൽ ഒത്തിരി എനിക്ക് പറയാം, അധികമൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 105 രാജ്യങ്ങളിൽ അച്ഛൻ പോയി സുവിശേഷ പ്രഘോഷണം നടത്തും. ഈശോ ഏതാണ്ട് 1-2 രാജ്യത്തേ പോയുള്ളൂ ഇല്ലേ? പാലസ്തീൻ, ഇസ്രായേൽ, പിന്നെ പറയുന്ന ടയർ ആൻഡ് സീഡൻ, ഇപ്പോഴത്തെ ലെബനൻ, 2-3 രാജ്യങ്ങളിലേ പോയുള്ളൂ. പക്ഷേ ഈശോ പറഞ്ഞു, ലോകമെങ്ങും പോകുവിൻ. അത് അച്ഛൻ ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 30 വർഷം, 30ാമത്തെ വയസ്സിലാണ് ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത്. അച്ഛനിലേക്ക് നോക്കിയാലും 2ാമത്തെ അഭിഷേകം, ഒരു പുരോഹിതന് ആയതിനു ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അച്ഛന് കിട്ടിയത് ഏതാണ്ട് 30ാമത്തെ വയസ്സിലാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ 50 വർഷക്കാലം, ഒരുപക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം, ലോകത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കത്തോലിക്ക വൈദികൻ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് യാത്ര ചെയ്ത് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് ഒരു സമർപ്പണമാക്കി മാറ്റിയെന്ന്. അധികമൊന്നും ജെയിംസ് അച്ഛനും ഞാനും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, നല്ല സ്നേഹബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പറയാമായിരുന്നു, ഞാൻ പറയുന്നില്ല. 3.5 മിനിറ്റ് എനിക്ക് കിട്ടി, അത് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അവസാനമായി
ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവും ആദ്യത്തെ MSFS വൈദികനുമായിരുന്ന വയലച്ചൻ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഒരു കാര്യം പറയുമായിരുന്നു. അത് ഞാനിപ്പോൾ ഏറ്റുപറയുകയാണ്. വയലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം ജെയിംസ് അച്ഛനെ ആശംസ നൽകിയേനെയും നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ ലോകാവസാനം വരെയും ലോകാവസാനത്തിന് ശേഷം 100 വർഷം കൂടി ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടാൻ കാരണക്കാരനായ പ്രിയപ്പെട്ട ജെയിംസ് മഞ്ഞക്കലച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ ഉള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ജെയിംസ് അച്ഛനെ കുറച്ച് നാളും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 80 വയസ്സാകാൻ പോവുകയാണ്, അതുകൊണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, സാറ് പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ വന്നാൽ ഇത് മാത്രമുള്ളൂ, എനിക്ക് മീറ്റിങ്ങിന് നിൽക്കാനായിട്ട് പറ്റില്ല, കാരണം എനിക്കൊരു ഇന്ന് POCയിൽ ലോഗോസിൻ്റെ ഗോൾഡൻ ജൂബിലി ഉണ്ട്, വരുന്നത് കൊണ്ട് അതിനകത്ത് എനിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. 50 വർഷം മുമ്പ് ബൈബിൾ സൊസൈറ്റി, കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ആരംഭിച്ച് നിയമാവലി ഉൾപ്പെടെ ഉണ്ടാക്കി ഒരുപാട് അതിൻ്റെ വൈസ് ചെയർമാനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗോൾഡൻ ജൂബിലി പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് അനുവാദം മേടിച്ച് കരിലച്ഛൻ്റെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കുർബാനയ്ക്ക് മുമ്പ് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചത്. അപ്പോൾ ജെയിംസ് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, സാറിന് കുർബാനയെക്കുറിച്ചും പറയാം, എന്നെക്കുറിച്ച് അധികം പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു വൈദികനെക്കുറിച്ച് പറയുമ്പോൾ അത് കുർബാനയെക്കുറിച്ചാണ്, കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അത് വൈദികനെക്കുറിച്ചാണ്. നിത്യപുരോഹിതനായ ഈശോ എന്നുള്ള പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ ഞാൻ കൈ വിരിച്ച് പിടിച്ച് ചെല്ലുന്ന ആളാണ്. അതിൻ്റെ ഒരു കാരണം ഇത് മാത്രമേ ഉള്ളൂ, നമ്മെ ശക്തിപ്പെടുത്തുന്ന ജീവനും ശക്തിയും സ്നേഹവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യാൻ വൈദികന് മാത്രമേ, വൈദികൻ്റെ പൂശപ്പെട്ട കരങ്ങൾക്ക്, അഭിഷിക്ത കരങ്ങൾക്ക് മാത്രമേ തിരുസഭയിൽ അനുവാദമുള്ളൂ. അപ്പോൾ ഈ വൈദികനില്ലെങ്കിൽ കുർബാനയില്ല, കുർബാനയില്ലെങ്കിൽ നമുക്ക് വൈദികൻ്റെ ആവശ്യവുമില്ല. ആത്യന്തികമായിട്ട് ബലി അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. ജെയിംസ് അച്ഛനെ, മഞ്ഞക്കലച്ഛനെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ബലി ആയിക്കൊണ്ട് ബലി അർപ്പിക്കുന്നവനാണ്. ഇതെൻ്റെ ശരീരമാവുന്നു എന്നുള്ളത് നമ്മൾ സത്യമായി ചിന്തിച്ചാൽ നമ്മൾ വാക്കുകൾ എടുത്തുപയോഗിക്കുന്നില്ല. അത് എൻ്റെ ശരീരമാവുന്ന ഈശോയായിക്കൊണ്ട്, ഈശോയായി പുരോഹിതൻ നമുക്ക് വേണ്ടി പറയുന്ന, ഉച്ചരിക്കുന്ന, നമുക്ക് വേണ്ടി ബലിയായി തീരുന്നതിൻ്റെ ഒരു പ്രകടനമാണ്. ഞാനാണ് ഈ ബലി, ഞാനാണ് ഈ ബലിവസ്തു, ഞാനാണ് ഈ ബലിവേദി. അപ്രകാരം ജീവിതത്തിൽ ബലിയും ബലിവേദിയും ബലിവസ്തുവുമായിക്കൊണ്ട് എന്നും നമുക്ക് ഒരു മാതൃകപരമായിട്ടുള്ള സന്യാസ വൈദികനെ കാണിച്ചു തരാനായിട്ട് ജീവിതം കൊണ്ട് ബലിയർപ്പിച്ച ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് ജെയിംസ് മഞ്ഞക്കലച്ചൻ. നവീകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. ഈ മെയ് 2, 3 തീയതികളിൽ ഡിവൈനിൽ വെച്ചതിൻ്റെ ആഘോഷം നടക്കുന്നുണ്ട്. നവീകരണ പ്രസ്ഥാനങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 അച്ഛന്മാരാണ് എൻ്റെ മനസ്സിൽ വരിക. ഒരുപാട് പേരുണ്ടാവും, എന്നാലും പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ, ആരംഭ കാലഘട്ടത്തിൽ നവീകരണ പ്രസ്ഥാനത്തിന് മുൻകൈയെടുത്ത് എന്താണ് നവീകരണ പ്രസ്ഥാനമെന്നും നവീകരണത്തിലൂടെ എങ്ങനെയാണ് ജീവിതം നവീകരിക്കപ്പെടുന്നത് എന്നുള്ള ആ യഥാർത്ഥ അടിസ്ഥാന ചിന്തകൾ കൊടുത്ത്, 1 ജെയിംസ് മാഞ്ഞാക്കലച്ഛനും 2 മാത്യു നായ്ക്കമ്പറമ്പിലച്ഛനുമാണ്. ആ 2 പേരാണ് ഈ വചനപ്രഘോഷണ രംഗത്ത്, കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ജീവിതം നവീകരിക്കാതെ നമുക്ക് വിശ്വാസത്തെ പുനർജീവിപ്പിക്കാനാവില്ല എന്നും, ജീവിതത്തെ നമുക്ക് അഴിച്ചുപണിയാതെയും അടുക്കിപ്പറക്കാതെയും വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമുണ്ടാവില്ല എന്ന് പഠിപ്പിക്കുകയും, അങ്ങനെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യേശു എന്ന ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമാണെന്നും, ആകാശത്തിൻ്റെ കീഴിൽ നമുക്ക് രക്ഷ യേശുവിലൂടെ മാത്രമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഈ ലോകത്തോട് മുഴുവൻ പ്രസംഗിക്കുകയും, പ്രത്യേകിച്ച് മലയാളികളുടെ നമുക്ക് അത് ജീവിതം കൊണ്ട്
കാണിച്ചു തന്നവരാണ്. മഞ്ഞാക്കലച്ഛൻ പ്രത്യേകിച്ച് ചില കുർബാനയിൽ ചില അച്ഛന്മാർ ഈ കുർബാന എൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ചെല്ലാറുണ്ട്. അത് ഓർക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ മഞ്ഞാക്കലച്ഛനെ ഓർക്കാറുണ്ട്. കാരണം ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കിയെന്ന് പാടുന്ന പോലെ തന്നെ ജീവിതത്തിൽ ഈ ബലി പൂർത്തിയാക്കുന്ന ഒരച്ഛനാണ്. അത് വേദനയുടെ, സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, തിരസ്കരണത്തിൻ്റെ, മുറിയലിൻ്റെ, മുറിക്കപ്പെടുന്നതിൻ്റെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ വിശുദ്ധ കുർബാന എന്താണ് എന്ന് ജീവിത ബലിയായി കാണിച്ചു തരുന്ന മഞ്ഞാക്കലച്ഛനെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. മദർ തെരേസയുടെ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എൻ്റെ ഈ കൊച്ച് ആമുഖം അവസാനിപ്പിച്ചോളാം. മദർ തെരേസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് കുർബാനയെക്കുറിച്ച്. നമുക്ക് ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ യേശു നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവും. നീ പക്ഷേ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് യേശു നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാവും. ഇന്നും എന്നെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഈശോ വിശുദ്ധ കുർബാനയിൽ നമുക്കിന്നിവിടെ അച്ഛൻ്റെ 80ാം ജന്മദിനത്തിൻ്റെ കൃതജ്ഞത ബലിയോടുകൂടി നമ്മൾ ആ ബലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ബലിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ്, ബലി അർപ്പകരാവാൻ കൂടെ നടക്കുന്നവരാണ്, ബലി അർപ്പകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ജനസമൂഹവുമാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ട മഞ്ഞാക്കലച്ഛനെ നമുക്ക് തന്ന ആ കുടുംബത്തെ പ്രതി നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛനെ ഈ സഭയിലൂടെ വാർത്തെടുത്ത MSF സഭയെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ സന്യാസ ജീവിതത്തിൽ അച്ഛനെ വളർത്തിയെടുത്ത ഗുരുക്കന്മാരെയും സഹപ്രവർത്തകരെയും ഓർത്ത് നന്ദി പറയുന്നു. അച്ഛൻ വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞൊരു 3 ദശാബ്ദമായിട്ട് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ അച്ഛൻ്റെ ഒപ്പം അവിടെ കണ്ടിട്ടുണ്ട്. ആളുകളുടെ ഒരുപാട് ജീവിതങ്ങളെ സ്പർശിക്കാൻ സാധിച്ചു. നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് അച്ഛൻ തന്ന വലിയ അഭിഷേകത്തെക്കുറിച്ച്, കൃപയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഇനിയും തുടർന്നുള്ള ആയുസ് ദൈവം നൽകുന്നിടത്തോളം കാലം ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, കൃതജ്ഞത ബലിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കുന്ന ഒരു ജീവിതമായിട്ട് തൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള ശിഷ്ടകാലം നമുക്ക് ദൈവത്തിന് നല്ല ശുശ്രൂഷയിലൂടെ അനേകർക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവാനായിട്ടും അച്ഛനെ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് ഈ അഷ്ടതിയുടെ 80ാം പിറന്നാളിൻ്റെ എല്ലാ ജന്മദിന ആശംസകളും നിങ്ങളുടെ അവരുടെ അനുഭവത്തോടെ ഞാൻ നേരുന്നു. ദൈവം അച്ഛനെയും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.